ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈദ് വ്ളോഗാണ്. രാവിലെ തന്നെ ഇതാ ഞാനും മമ്മിയും ചായ കുടിക്കുന്ന സമയത്ത് മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് ഇതാ ഇപ്പോഴും ഉറക്കത്താണ് ഉള്ളത്, ഉറക്കമൊന്നും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കോയപ്പം ആക്കിയിട്ടില്ല കേട്ടോ, പഴംപൊരിയാണ് ആക്കിയത്. മമ്മി എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ചായക്കൊക്കെ മുന്നായിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും പിന്നെ 4 ബദാമും 2 ഈത്തപ്പഴമൊക്കെ കഴിക്കൂട്ടോ. ഒരു റൊട്ടീൻ പോലെയാണ്. ഇപ്പം മമ്മി വന്നതിന് ശേഷം ഞാനും ഉമ്മയും എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ ഇന്ന് കത്തലിനായിട്ട് മുട്ടസിറക്കിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്ന് ബീഫ് ബിരിയാണിയാണ് വെച്ചത്, അതുകൊണ്ടാട്ടോ ബീഫ് കറി ആക്കാണ്ടിരുന്നത്. സാധാരണ എല്ലാ പെരുന്നാളിനും എപ്പോഴും ബീഫ് കറിയും മുട്ടസിറക്കിയാണ് കേട്ടോ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാവാറ്. കുറേ ആയിട്ടോ മമ്മി നമ്മളെ കൂടെ ഇവിടെ പെരുന്നാൾ കൂടിയിട്ട്, അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു ഈ പെരുന്നാൾ. പിന്നെ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ട് സലാഡ് ആട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഞാനങ്ങനെ കുളിച്ച് വന്നു കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് നിറഞ്ഞൊരു കോഡ് സെറ്റ് ആണ്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഉമ്മ കുറച്ച് വർഷം മുന്നേ ഓൺലൈനിൽ ഡ്രസ്സ് സെയിൽ ചെയ്യായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആൻറ്റീൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻസിൽ പറയണേ. പിന്നെ ഇതാ ഉദയം ഷേയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെല്ലാം കൂടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഈദ് സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടി ബീഫ് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അൽസിയും ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈദ് ഡേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ടൊന്നും പോവില്ല, ഔട്ടിങ്ങിനൊന്നും പോകാറില്ല. എന്താ വെച്ചാൽ നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ബാബ എവിടെയും കൊണ്ടുപോകില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ സമയമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. കൊണ്ടുപോകാത്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ് ഇതിനിടയിൽ റിലേറ്റീവ്സ് എല്ലാവരും നമ്മളെ വീട്ടിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു ഫാമിലി പിക്കും എൻ്റെയും പാപ്പാൻ്റെ ഒരു ഹായ് ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ അതിനുശേഷം നമ്മളിതാ നമ്മളെ പോത്തിനെ കാണാൻ വേണ്ടി പോയിട്ടോ. ഈ പോത്തിന് നമ്മളെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ കൂടിയിട്ട് അറക്കുന്നതാട്ടോ. പേരുണ്ട് കേട്ടോ, പേര് അലി എന്നാണേ. ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. പിന്നെ അവരതിനെ നോക്കി നല്ല രീതിക്ക് ടേക്ക് കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഇത്രയും വലുതായത്. പിന്നെ ഞാനും ഉമ്മയും മിന്നൂസൊക്കെ ഇതിനെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ലായസും സാധനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടുത്ത് പോകാറുണ്ട്. അലിക്ക് വേണ്ടി നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ പോയത്. ആദ്യം തന്നെ മമ്മിയാട്ടോ പഴം കൊടുത്തത്, ഞാൻ കൊടുത്തില്ല, എനിക്ക് പേടിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലായസിന് വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് പഴം കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാം കൂടി ഉന്തി തള്ളി വിട്ടിട്ടോ. അവസാനം അത് ശ്വാസം എടുത്തപ്പോഴത്തേക്ക് ലായസ് ആകെ പഴം പേടിച്ച് പഴമൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നു കേട്ടോ. പിന്നെ ആ കരച്ചിലൊക്കെ മാറാൻ വേണ്ടി ഇച്ചിരി നേരം എടുത്തു. സാനിക്കായിരുന്നു പിന്നെയും കൂടുതൽ ഇച്ചിരി ധൈര്യം. സാനി സൂപ്പറായി പോയി പഴമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇത് നമ്മളങ്ങനെ അലീനോട് ബായും പറഞ്ഞ് എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയി നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒരു ഈദ് ഡേ എങ്ങനെയായിരുന്നൊക്കെ താഴെ കമൻസിൽ പറയണേ.